ദളിതനായ ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് ബുള്ളറ്റ് ഓടിച്ചതുകൊണ്ട് അവൻ്റെ കൈ വെട്ടിക്കളഞ്ഞൊരു സംഭവം കഴിഞ്ഞ ദിവസം നമ്മുടെ തമിഴ്നാട്ടിലാണ് ശിവഗംഗ എന്നൊരു സ്ഥലത്ത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദളിതനായതിൻ്റെ പേരിൽ അവൻ ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൈ വെട്ടണമെന്ന പൊതുബോധം എവിടെ നിന്ന് ഇവർക്കൊക്കെ ഉണ്ടാകുന്നു? ഇന്നും ഭരണഘടന നിലനിൽക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനൊരു സംഭവം നടക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇന്ത്യക്കാകെ മാനക്കേടാണ്. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ഒരു വിഷയം മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരഭിമാന കൊലകൾ, അത് പലതും കാസ്റ്റിന്റെ പേരിലായിരുന്നു. ഇന്റർ കാസ്റ്റ് മാരേജുകൾ, അതായത് അപ്പുറത്ത് നിൽക്കുന്ന ആൾ ദളിതനായി പോയി കഴിഞ്ഞാൽ അവനെ കൊന്നുകളയണമെന്നൊരു പൊതുബോധം, അത് മധുവിനോടും കാണിച്ചിരുന്നു. ആൾക്കൂട്ട വിചാരണ നടത്തി മധുവിനെ കൊന്നുകളഞ്ഞപ്പോഴും അന്നും ആരും ചിന്തിച്ചിരുന്നില്ല അതൊരു ആൾക്കൂട്ട വിചാരണ, അത് ദളിതനായതുകൊണ്ട് മാത്രമാണെന്ന്. ഇന്നും പലപ്പോഴും ദളിത് സമൂഹത്തിൽപ്പെടുന്ന ആളുകൾ ആക്രമിക്കപ്പെടുമ്പോൾ, അവരെ ഒറ്റപ്പെടുത്തുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യം, ജനാധിപത്യ രാജ്യം, ഭരണഘടനയുള്ള രാജ്യം, ഭരണഘടന നിലനിൽക്കുമ്പോഴും നിയമത്തിന് വിരുദ്ധമായി ഇന്നും ആളുകൾക്ക് ഒരാളെ ഉപദ്രവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ പോരായ്മയല്ലേ? നിയമ സംവിധാനത്തിനപ്പുറത്തേക്കും ഒരു ജാതീയം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു ജാതി വെറി എന്നൊക്കെ പറയുന്ന കാര്യം മനസ്സിലേക്ക് എടുത്ത് അത് തന്റെ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറി വരുന്ന ഒരു രാജ്യം കൂടിയാണ്, ഭാരതം കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പല കേസുകൾ വരുമ്പോഴും ഇതങ്ങ് തമിഴ്നാട്ടിലല്ലേ, അല്ലെങ്കിൽ ഇതങ്ങ് UP-യിലല്ലേ, വടക്കൊക്കെയല്ലേ ഇതൊക്കെ സംഭവിക്കും, ആ ഒരു രീതിയിലേക്ക് എടുത്തു കളയുമ്പോൾ നമ്മുടെ ഈ ഒരു കേരളത്തിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിന് ദുരഭിമാന കൊല എന്ന പേരിലേക്ക് എടുത്തു പറയുമ്പോഴും അതിന്റെ പ്രധാന പ്രശ്നവും ഈ ഒരു ജാതി തന്നെയാണ്. അല്ലെങ്കിൽ തന്നെക്കാട്ടിലുള്ള താഴ്ന്ന ജാതി ഒരാളെ തന്റെ മകൾ കല്യാണം കഴിക്കുന്നതിനുള്ള എതിർപ്പാണ് അവരെ കൊലയിലേക്ക് നയിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഭാരതത്തിലെ പല സ്ഥലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തമിഴ്നാട് തന്നെ, ഒരു ദളിത് യുവാവിന് ഇവിടെ യാതൊരുവിധ മുന്നോട്ട് സഞ്ചരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു കാര്യവും ഉപയോഗിക്കാൻ പാടില്ല, അവൻ എന്നും താഴേക്കിടയിൽ തന്നെ നിൽക്കണം എന്നുള്ള ഒരു വിചാരമല്ലേ പലയിടത്തും സംഭവിക്കുന്നത്. അതെ, കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഉന്നതകുല ജാതർ. ആ ഒരു വാക്ക് പ്രയോഗമാണ് അദ്ദേഹം അന്ന് നടത്തിയതിൽ ഏറ്റവും വലിയ വിഷയമായിട്ടുള്ളൊരു വാക്ക് എന്ന് പറയുന്നത്. ഭരണഘടനയിൽ ഉന്നതകുല ജാതർ എന്നൊരു ജാതിയുമില്ല, താഴ്ന്ന കുല ജാതർ എന്ന് പറയുന്നതും ഇല്ല. ഭരണഘടനയിൽ എല്ലാവരും ഈക്വലാണ്. ഇന്നും നമ്മുടെ ഭരണഘടന അനുസരിച്ചാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചാൽ മതി. കാരണം സുരേഷ് ഗോപിയെ പോലുള്ള ഒരാൾ പറയുന്നത്, അദ്ദേഹം പറഞ്ഞതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത്, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ പിന്നോക്ക സമുദായത്തിന് ഒരു പ്രതിനിധി എന്ന നിലയിൽ വരുന്ന ആ പ്രതിനിധി ഒരു മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളാകണം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞു വെച്ചൊരു കാര്യം. അല്ലെങ്കിൽ മറ്റു ജാതിയിൽപ്പെട്ട ആളുകൾ വരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സവർണ ജാതി, അതായത് മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകളെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ താഴ്ന്ന സമൂഹത്തിൽപ്പെടുന്ന ആൾ വേണം, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം അവിടെ ഉച്ചരിച്ച ഒരു വാക്കിലാണ് ആളുകൾക്കെല്ലാം അതൃപ്തി ഉണ്ടായത്, ഉന്നത കുലജാതർ. കാരണം ഭരണഘടനയുടെ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ട, അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു പ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹം ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്ത ഒരു വാക്കായിരുന്നു അത്. ഉന്നത കുലജാതർ എന്ന് പറയുമ്പോൾ തന്നെ പലരുടെ ഇടയിലും ഇപ്പോഴും അത് നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വീണ്ടും വീണ്ടും അത് അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ചെയ്യുന്നത്. ഈ ഉന്നത കുലജാതർ എന്നത് തന്നെയാണ് ഇന്നും പ്രശ്നം. ഇന്ന് തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രശ്നമാണെങ്കിലും അത് തന്നെയാണ്. ഉന്നത കുല ജാതിക്കാരുടെ മുന്നിലൂടെ ബൈക്ക് ഓടിച്ചു അല്ലെങ്കിൽ ബുള്ളറ്റ് ഓടിച്ച് ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ പോകുന്നു, ഒരു ദളിത് യുവാവ് പോകുന്നു. അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഉന്നത ജാതിക്കാർ മാത്രം ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ദളിതനായ യുവാവ് ബൈക്കിൽ പോയി കഴിഞ്ഞാൽ അവരുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടു പോകും. ഒരു നൂറ്റാണ്ട് മുമ്പ് നമ്മൾ കണ്ടൊരു കാര്യമാണ്, ഉന്നത കുലജാതർ എന്ന് പറയുന്ന ഒരാൾക്കാർ, ആ ഒരു കൂട്ടം വരുന്ന സമയത്ത് താഴ്ന്ന ജാതിക്കാരൊന്നും മുന്നിൽ പോലും പെടാൻ പാടില്ല എന്നൊരു സ്ഥിതി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് 21-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും എല്ലാവരും പറയുന്ന, ഒരു വിഭാഗത്തോടും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ അങ്ങനത്തെ കാസ്റ്റ് സിസ്റ്റം ഒന്നും നിലനിൽക്കുന്നില്ല എന്ന്. അത് നമ്മുടെ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു റീജിയനിൽ മാത്രം നിന്നുകൊണ്ട് നോക്കുന്നതുകൊണ്ട് പ്രശ്നമാണ്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങി നോക്കണം, ഭാരതത്തിലെ പല ഭാഗങ്ങളിലും, നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലാ കേസുകളുടെയും പ്രശ്നം എന്ന് പറയുന്നത് ഒരു ദളിത് യുവാവായിരിക്കും, അല്ലെങ്കിൽ ഒരു ദളിത് കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാളായിരിക്കും അവിടെ ക്രൂശിക്കപ്പെടുന്നത്. ഇന്നും സവർണവെറിയും വർണ്ണവെറിയും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ജാതിവെറിയോടെ ആളുകളെ നോക്കുന്ന, അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ നീ ഇന്ന ജാതിക്കാരനല്ലേ എന്ന് തരം തിരിച്ചു ചോദിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഇന്നുമുണ്ട്. അതിനൊരു മാറ്റം വരുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ റിപ്പോർട്ടുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു 10 ദളിത് പെൺകുട്ടികളെങ്കിലും റേപ്പ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറയുന്നതാണ്. ഭാരതത്തിലെ മൊത്തം കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ രാജ്യമാണ് ജനസംഖ്യയിൽ ഒന്നാമത് നിൽക്കുന്നത്. അവിടെ ഒരു ദിവസം 10 പെൺകുട്ടികളാണ് ഇവിടെ റേപ്പ് ചെയ്യപ്പെടുന്നത്. അതും ഉന്നത കുല ജാതർ, നീ പറയുന്ന സുരേഷ് ഗോപി ഉൾപ്പെടെ പറയുന്ന ആ ഒരു വർഗമാണ് ഇവരെ റേപ്പ് ചെയ്യുന്നത്. കാരണം
ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ UP-യിലാണെങ്കിലും അല്ലെങ്കിൽ ഗുജറാത്തിൽ തന്നെ എത്രയോ ആൾക്കാർ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോഴും പല അമ്പലങ്ങളിലേക്കും, കാരണം വൈക്കം സത്യാഗ്രഹങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശന വിളംബരങ്ങളൊക്കെ നമുക്ക് കണ്ടതാണ്. ഇവിടെ പലയിടത്തും നമുക്ക് കയറാൻ സാധിക്കുന്നുണ്ടെങ്കിലും പലയിടത്തും ഇപ്പോഴും അത് കയറാൻ സാധിക്കുന്നില്ല. പലരും ഇപ്പോഴും പുറത്താണ് നിൽക്കുന്നത്, അവരെ അകത്തേക്ക് കയറുന്നില്ല. അല്ലെങ്കിൽ ബ്രാഹ്മൺസിനോടൊപ്പം ഇരിക്കാൻ പോലും പറ്റുന്നില്ല. അവർ കാണുമ്പോൾ ആ ഒരു ഭാഗത്ത് ഇരിക്കാൻ പറ്റില്ല. ഗുജറാത്തിൽ തന്നെ ഒരു ഡോക്യുമെന്ററി സമയത്ത് ഒരാളെ എടുത്ത സമയത്ത് അതിനകത്ത് പറയുന്ന ആൾക്കാരാണ്, അവർ ഇത്ര ആൾക്കാരുടെ വീടുകളിൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ ഇവർ കൊടുക്കുന്നത് ബാത്റൂമിൽ നിന്ന് എടുക്കുന്ന വെള്ളമാണ്. അല്ലെങ്കിൽ ഇവര് ബ്രാഹ്മൺസിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവർ നോട്ട് കൊടുക്കാൻ സമ്മതിക്കില്ല. നോട്ട് വേണ്ട എന്ന് പറയും. കാരണം നോട്ട് അവർക്ക് കഴുകി എടുക്കാൻ പറ്റില്ല. തുട്ട് മാത്രം അല്ലെങ്കിൽ കോയിൻസ് മാത്രം കൊടുത്താൽ മതി. ഇത് കൊടുക്കുമ്പോൾ തന്നെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കും. ഇവരത് കഴുകിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത്രത്തോളം ജാതീയത നിലനിൽക്കുന്ന ഒരു ഭാരതമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും നമ്മളൊരു ഭരണഘടനാ രാജ്യത്താണ് ജീവിക്കുന്നത്. നമുക്കൊരു ഭരണഘടനയുണ്ട്. ആർട്ടിക്കിൾ 15 പ്രകാരം നമുക്കിവിടെ ജാതിപരമായിട്ടോ വർണ്ണപരമായിട്ടോ ലിംഗപരമായിട്ടോ പ്രാദേശികപരമായിട്ടോ എന്ത് തരത്തിലും ഒരാളെ ചൂഷണം ചെയ്യാൻ അല്ലെങ്കിൽ ബോഡി ഷെയിം ചെയ്യാനോ കളിയാക്കാനോ ഒന്നും പാടില്ല. ആ ഒരു നിയമം ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും ആളുകൾ ഈ നിയമത്തെ മറന്നു പോവുകയാണ്. മറക്കുന്നതല്ല, കാരണം ഈ ഒരു നിയമമൊക്കെ ഉണ്ടെന്നറിയാം. ഈ ഒരു നിയമത്തെ മാറ്റിക്കുറിച്ച് ഇന്ന് ഞാൻ എൻ്റെ ഒരു പ്രിവിലേജ് ആണ്, ഞാൻ അപ്പർ ക്ലാസ് ആവുന്ന ഒരു പ്രിവിലേജ്, അത് എൻ്റെ ജനറേഷനിൽ നിന്ന് ഞാൻ അടുത്ത ജനറേഷനിലേക്ക് കൈമാറി കൊടുക്കുന്ന ഒരു രീതിയാണ്. ഇപ്പൊ ആ ഒരു കുട്ടീനെ തമിഴ്നാട്ടിലുള്ള ഒരു അയ്യസ്വാമിയെ ഉപദ്രവിച്ചത് അവന്റെ പ്രായത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ ആ ഒരു ജനറേഷനിൽ അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നതാരാണ്? അവരുടെ തലമുറയിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും ആ ഒരു ജനറേഷനാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഇവർ വീണ്ടും അടുത്ത ജനറേഷനിൽ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു പ്രിവിലേജസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു രാജ്യം ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ മനുഷ്യനുള്ളിടത്തോളം കാലം കൈമാറി പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പണ്ടൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ബീഹാറിൽ, എക്സ് മുഖ്യമന്ത്രി. അങ്ങനെ കൈമാറി പോകാനാണെങ്കിൽ എന്തിനാണ് നമുക്കൊരു ഭരണഘടന? BR അംബേദ്കർ എഴുതി വെച്ചിട്ടുള്ള ഒരു ഭരണഘടനയുണ്ട്. ഇന്ത്യ മഹാരാജ്യം ഇന്നും അനുസരിക്കുന്ന നമ്മുടെ ഇന്ത്യൻ നീതി നിയമപീഠമാണെങ്കിലും അനുസരിക്കുന്ന ഒരു ഭരണഘടന എന്നൊരു പുസ്തകം നമുക്കില്ലേ? പിന്നെ എന്തിനാണ് ആ പുസ്തകം? നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സാധാരണക്കാർ മാത്രമേ ഈ ഒരു ചൂഷണത്തിന് ഇടയാവുള്ളൂ. കാരണം മധുവിന്റെ കേസ് വന്നപ്പോൾ തന്നെ പറഞ്ഞാണ്, അവൻ ദളിതാണ്, അതോടൊപ്പം തന്നെ അവൻ വളരെ സാധാരണക്കാരിലും സാധാരണക്കാരാണ്, അതുകൊണ്ട് മാത്രമാണ് അവനെ അത്തരത്തിൽ കൊല്ലാനുള്ള ഒരു ഇവരെയൊന്നും കൊന്നു കഴിഞ്ഞാൽ ആരും ചോദിക്കാൻ വരത്തില്ല എന്നൊരു ധാരണയുണ്ട്. ഒരു ജനപ്രതിനിധിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ദേവസ്വം ബോർഡിലെ ഒരു തന്ത്രി തന്നെ വിളക്ക് കൊടുക്കാതെ അദ്ദേഹം ദളിതായതുകൊണ്ട് മാറ്റിവെച്ച ഒരു സംഭവം തന്നെ കണ്ടാണ്. അതേപോലെ പണ്ട് ബീഹാറിൽ ഒരു എക്സ് മുഖ്യമന്ത്രി അമ്പലത്തിൽ കയറി, ക്ഷേത്രത്തിൽ കയറിയതിനു ശേഷം ആ ക്ഷേത്രം മുഴുവൻ അടിച്ചു തെളിച്ച് കഴിയുന്നാണ് പറയുന്നത്, പുള്ളി ദളിതായതുകൊണ്ട്. അപ്പോൾ പ്രതിനിധികൾ അല്ലെ, ഒരാൾ സാധാരണക്കാരാണോ അല്ലെങ്കിൽ ഉയർന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാണോ അങ്ങനൊന്നും ഇല്ല. ഈ ഒരു പ്രിവിലേജസ് വെച്ച് ഇവരെ ഇപ്പോഴും മാറ്റി നിർത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഇപ്പോഴും ഫുഡ് കഴിക്കാൻ വിസമ്മതിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒരു ദളിത് കമ്മ്യൂണിറ്റി ഉള്ള കുട്ടിയോട് കൂടെ മറ്റൊരു കുട്ടി ഇരുന്ന് കഴിഞ്ഞാൽ, നമ്മുടെ സ്കൂളിൽ തന്നെ കേരളത്തിൽ തന്നെ ഒരു കുട്ടീനെ ജാതിപരമായി അധിക്ഷേപിച്ച ഒരു കേസ് തന്നെ ഉണ്ടായിരുന്നു. ആ കുട്ടി മറ്റുള്ള കുട്ടികളോടൊപ്പം വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ വന്ന് അധിക്ഷേപിക്കുന്നു. നീയൊക്കെ കുടിക്കുന്ന വെള്ളം വേറെ ആരെങ്കിലും കുടിക്കുമോ, ഞങ്ങൾക്ക് അറപ്പാണെന്ന് പറഞ്ഞ സമൂഹമാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് നിലനിന്നിട്ടുള്ളത്. ഇന്നും നമ്മൾ പലപ്പോഴും പറയും, നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ, അപ്പുറത്തേക്ക് നോക്കൂ, ഇപ്പുറത്തേക്ക് നോക്കൂ, എങ്ങോട്ടും നോക്കണ്ട. നിങ്ങളുടെ സംസ്ഥാനത്ത്, നിങ്ങളുടെ ജില്ലയിൽ, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് കേസുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ദിനം പ്രതി തൊട്ടടുത്ത് നമ്മുടെ തമിഴ്നാട്ടിലാണ് ഇന്ന് ഈ വിഷയം നടന്നിരിക്കുന്നത്. ഇതേ വിഷയം തന്നെ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. കെവിനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം, പ്രണയപ്പക. അല്ലെങ്കിൽ കെവിനെ എന്തിനാണ് കൊന്നത്? അല്ല, പ്രണയപ്പകയല്ല, അത് ദുരഭിമാന കൊല എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അവിടെയും എന്താണ് വിഷയം? കെവിൻ എന്ന് പറയുന്നത് പ്രിവിലേജ് ഇല്ലാത്തൊരു കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. പക്ഷെ ആ കുട്ടി എന്ന് പറയുന്നത് പ്രിവിലേജോട് ജനിച്ചിട്ട് ഒരു ലോവർ കാസ്റ്റിൽ ജനിച്ചു കഴിഞ്ഞാൽ അവന് അപ്പർ ക്ലാസ്സിലുള്ള ഒരാളെ വിവാഹം ചെയ്യാൻ അല്ലെങ്കിൽ സ്നേഹിക്കാൻ പാടില്ല. സ്നേഹിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവൻ പോകും എന്നൊരു ധാരണ ഇങ്ങനെയുള്ള പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ സമൂഹത്തിന് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനൊരു ധാരണ അവർക്കുണ്ട്. എൻ്റെ വീട്ടിൽ ഒരാൾ ലോവർ കാസ്റ്റിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ അഭിമാനം മുഴുവൻ നശിച്ചു പോകുമെന്ന് പറയുന്ന ഒരു മിഥ്യാധാരണ, ഈ ധാരണയിൽ ജീവിക്കുന്ന ആളുകളാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന് ആപത്ത്. ഇപ്പോഴും നമ്മൾ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കല്യാണത്തിന്റെ ഒക്കെ ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകപരമായിട്ട് ഓരോ ഇങ്ങനെ എടുത്തു പറയും, ഈ ഒരു ജാതിപ്പെട്ട ആൾക്കാർ വേണ്ട, ഇവർ അപേക്ഷിക്കുകയേ വേണ്ട, SC ST അപേക്ഷിക്കുകയേ വേണ്ട, ബാക്കി ഏത് ജാതി ആയാലും കുഴപ്പമില്ല, ഈ SC ST എന്ന മനുഷ്യരല്ലേ, അവർക്കും അവരോടൊപ്പം സഹവസിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമോ? നമുക്ക് ഒരിക്കലും ഇവരെ ഒന്നും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പുറത്തായി കഴിഞ്ഞവരില്ല. അടുത്ത വരുന്ന തലമുറയെങ്കിലും ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. കാരണം ഇപ്പോഴും ഈ വിഷം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അവർ വിഷം മറ്റുള്ള തലമുറയിലേക്ക് കൈമാറുന്നത് നമുക്ക് തടയേണ്ടതുണ്ട്.
ആ ഒരു തടയലിനെ നമ്മുടെ പുതിയ ജനത മനസ്സിലാക്കാൻ കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ ഈ ഒരു കാര്യം എത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ.